ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ എന്നെ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വീഡിയോ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളെ ശ്രദ്ധയിട്ടിരിക്കുന്നു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദാംശം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. 7-ാം വാക്യം: യഹോവ ദരിദ്രവും ഐശ്വര്യവും നൽകുന്നു, അവൻ ഉയർത്തുകയും ചെയ്യുന്നു. നോയിക്കെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഒന്ന്, ഈ 2-ാമത്തെ അധ്യായത്തിനകത്ത് ഹന്നയുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ആമേൻ. ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം തനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, ഹന്ന പ്രാർത്ഥിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ചെല്ലാം തകർന്നു തീർന്നു, ഇനി എങ്ങനെ മുൻപിലോട്ട് എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആരും ഒരു കൈ സഹായമില്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആരുമില്ലാത്ത ചില അവസ്ഥകൾ, ചില നിമിഷങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഹന്ന പറയുന്നൊരു വാക്ക് കേട്ടോ: യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവം എല്ലായ്പ്പോഴും നമ്മെ ഞെരുക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ഒരു പരീക്ഷണ വസ്തുവായി കർത്താവ് നമ്മെ ഇടാറില്ല. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ കഴിയില്ല, ഇനി ആത്മഹത്യയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആമേൻ. സ്തോത്രം. എന്നാൽ 7-ാമത്തെ വാക്യം പറയുന്നു: യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. കണ്ടോ? 8-ാം വാക്യം പറയുന്നു: അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഹതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും. ആമേൻ. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മെ ഉയർത്തുന്ന ഒരു നിമിഷം നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ കർത്താവ് നമ്മെ ഓരോ നിമിഷങ്ങളിൽ നടത്തുന്നില്ലേ? ഉറപ്പായിട്ടും നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകി. ആരോഗ്യം, സൗന്ദര്യം, ആമേൻ, സമ്പത്ത്, വാഹനങ്ങൾ, ഭവനം, എല്ലാം ദൈവം നൽകുകയല്ലേ ഓരോ ദിവസവും. എന്നാൽ നോക്കൂ, എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വസ്ഥതയില്ലാത്ത ആയിരക്കണക്കിന് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്ന വിധങ്ങൾ പറഞ്ഞാൽ ആമേൻ, ഈ പ്രഭാതത്തിൽ വാക്കുകൾ പോരാ. സ്തോത്രം. ഇവിടെ നമ്മെ ഉയർത്തി നമ്മെ ആമേൻ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ദൂത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹമാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതാണ് ആമേൻ പറയുന്നത്: യഹോവ കൊല്ലുകയും, കണ്ടോ, ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ.
കർത്താവ് നമ്മെ ചില സമയങ്ങളിൽ സ്നേഹിച്ച് കൊല്ലും. ഇല്ലേ? എന്നെ നിങ്ങളെയൊക്കെ ഒത്തിരി കർത്താവ് സ്നേഹിക്കില്ലേ? യെസ്, എന്നെ നിങ്ങളെയൊക്കെ ഒരുപാട് ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ നിലവിളിക്കാമെന്ന് ചിന്തിക്കുന്ന ഭാഗത്ത് കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ഒരപ്പനായി, ആമേൻ, ഒരു നല്ലൊരു സ്നേഹിതനായി നമ്മുടെ കൂടെ. ഹല്ലേലൂയ. നിന്റെ നെഞ്ചൊന്ന് പിടയുമ്പോൾ, നിന്റെ കൺകൾ ഒന്ന് നനയുമ്പോൾ, നനയണ്ട എന്ന് പറയാൻ, ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ഈ ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, എന്നാൽ ലോകത്തെ ജയിച്ച യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ ആ ഒറ്റ വാക്കു മതി. ആമേൻ. ആ ഒരേ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ വീണത് അന്ന് മുതൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തന്മാരും ദൈവത്തിൻ്റെ ഭക്തമാരും ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു ഭാഗം, പ്രാർത്ഥിക്കേണ്ട ഒരു ഭാഗം, ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന മോശയിൽ കൂടെ ദൈവം കൊടുക്കുന്ന ചില ദൂതുകൾ. ആമേൻ. ഹല്ലേലൂയ. ആ ദൂതുകൾ ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം, ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. കണ്ടോ? വാക്ക് കൊടുക്കുക. ആ വാക്കിൻ്റെ ശക്തി കണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് കൊടുക്കുന്ന വാക്ക. ഹല്ലേലൂയ. ഞാൻ മാത്രമേ ഉള്ളൂ. നിന്നെ പല സ്ഥലങ്ങളിലും ദൈവം നമ്മെ വിടുവിച്ചില്ലേ? എത്രയോ പേർ നമ്മെ നോക്കി കളിയാക്കി പരിഹസിച്ചു, നമ്മെ വിട്ടു മാറിപ്പോയി. നമ്മൾ ചേർത്ത് പിടിച്ച എത്രയോ പേർ, എത്രയോ ആയിരങ്ങൾ നമ്മെ വിട്ടുപോയി. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ നേഴ്സറി മുതൽ ആമേൻ കോളേജ് വരെ പഠിച്ചവർ, എത്രയോ പേർ നമ്മെ വിട്ടു മാറി. നമ്മളിപ്പോൾ അവരെ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ ആരെങ്കിലും? നമ്മൾ നേഴ്സറിയിൽ പഠിച്ച കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മൾ +2 പഠിച്ച, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ച, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച, പിന്നെ അവരെ കാണാറുണ്ടോ? എല്ലാവരും നമ്മെ വിട്ട് സാഹചര്യങ്ങൾ, അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് പലരും നമ്മെ വിട്ട് മാറുന്നു. ഒന്നുകിൽ അവർ ഹൈ പൊസിഷനായിരിക്കാം, നമ്മൾ താഴ്ന്ന പണമില്ലാത്ത, അല്ലെങ്കിൽ ചുവന്നൊലിച്ച അവൻ വീട്ടിൽ കഴിയുന്ന, 3 നേരം പോലും 1 നേരം പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഇല്ലാതെ ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്ന നമ്മളെ കണ്ട്, പലപ്പോഴും നമ്മെ കണ്ട് ഒരു മൈൻഡുമില്ലാതെ, ഒരു പരിചയവുമില്ലാതെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കൂടപ്പിറപ്പുകളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന്, ആമേൻ, നമ്മുടെ സ്നേഹിതന്മാരുടെ നടുവിൽ നിന്ന്, മരണത്തോളം ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവഗണനയുണ്ടല്ലോ. ഹല്ലേലൂയ. അതൊരു സമ്പാദ്യമായി നാം കരുതിയാൽ, ആമേൻ, നമ്മെ അവഗണിക്കുന്നവരെ ശപിക്കാതെ, നമ്മെ അവോയ്ഡ് ചെയ്യുന്നവരെ ശപിക്കാതെ, ആമേൻ, അവർക്കായി നാളുതോറും നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഉറപ്പായിട്ട്, ഹല്ലേലൂയ, ദൈവം നിന്റെ കൂടെയുണ്ട്. നോക്കിക്കേ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്നിപ്പോൾ, ആമേൻ, കേട്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ, ആമേൻ, ഇല്ല. ഹല്ലേലൂയ. ഉറപ്പ് കൊടുക്കുക മോശയ്ക്ക്, മോശേ, ഇന്ന് പകലിൽ ഞാനല്ലാതെ ഒരു മനുഷ്യനും നിന്നെ സഹായിപ്പാനില്ല. എന്നാൽ നോക്കൂ 38, അവർ എഴുന്നേറ്റു, നിങ്ങളോ സഹായിച്ച് നിങ്ങൾക്ക് ഗുണമായിരുന്നിട്ട് എന്ന് അവൻ അരുളി ചെയ്യും. സ്തോത്രം.
അപ്പം ചിലത് നമ്മുടെ ജീവിതത്തിൽ ഗുണമായി തീരും, ചിലത് നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവമായി തീരും. ഭാരപ്പെടണ്ട. ഇവിടെ കർത്താവ് പറഞ്ഞില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, നിനക്ക് നീ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ആരും ഉണ്ടാകത്തില്ല കേട്ടോ, ആരും, ഒരാൾ പോലും ഉണ്ടാകത്തില്ല. പക്ഷേ എപ്പോഴെന്നറിയാം അറിയുന്നത്, ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നറിയുന്നത് എപ്പോഴെന്നറിയാമോ? ആരൊക്കെയോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയുന്നത് എപ്പോഴെന്നറിയാമോ? ഒരു 10 ദിവസം കിടക്കണം കട്ടിലിൽ. ഹല്ലേലൂയ. ഒരു 10 ദിവസം കട്ടിലൊന്ന് കിടന്നാൽ അപ്പോഴാരുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരും കാണത്തില്ല. ആമേൻ. നിങ്ങൾ പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണം തീരുന്നത് വരെ, തീർന്നു എന്ന് കഴിയും, ഒരു ഈച്ച പോലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആരോഗ്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് സൗന്ദര്യമുള്ളപ്പോൾ, അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് പേര് ഇപ്പോൾ കാണും. ചിലപ്പോൾ അതിൻ്റെ നിലയിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മോശയോട് പറയും, മോശേ, ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നീ മുൻകാലങ്ങളിൽ ആയിരുന്നു എന്ന് അല്പനിമിഷം ചിന്തിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ 40 വർഷം മാറ്റി നിർത്തിയത്. 40 വർഷം, 1-2 വർഷമല്ല, 40 വർഷം മോശയെ മാറ്റി നിർത്തി. മോശ മാറി നിന്നു. ചില വാഴ്ത്തത്വങ്ങൾ അങ്ങനെയാ. 40-ാമത്തെ വർഷം കഴിഞ്ഞ് മോശയുടെ 80-ാമത്തെ വയസ്സിലാണ് അടുത്തൊരു വാഴ്ത്തത്വം വരുന്നത്. എന്താ ഈ 40 വർഷം മോശ മാറി നിന്നത്? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, ചിലപ്പോഴൊക്കെ ചിലർ നിന്നെ വിട്ട് അകന്ന് നിൽക്കും, ചിലപ്പോഴൊക്കെ നിന്നെ വിട്ട് ചിലർ മാറി നിൽക്കും. ആമേൻ. സ്തോത്രം. നീ അവരെ പിന്നാലെ പോകണ്ട കേട്ടോ, ഒരിക്കലും പോകണ്ട അവരെ പിന്നാലെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കും, ഉറപ്പായിട്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നാൽ നമുക്ക് ഇയ്യോബിനോട് ചോദിക്കാം, സാറേ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? നല്ല ബോധ്യം വേണം നമ്മുടെ ജീവിതത്തിൽ, നാം എങ്ങനെയാണോ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നത്. ഇപ്പോഴൊരു കുഞ്ഞ് നിങ്ങൾ ജനിച്ചു കാണുമ്പോൾ അറിയാം, അല്ലേ? എന്നെ കേൾക്കുന്നവർ പലർക്കും മക്കളുണ്ട്, അറിയാം ആ കുഞ്ഞെങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാം വന്നത്. ഹല്ലേലൂയ. കാലങ്ങൾ നമ്മെ മാറ്റി, മാറരുത്, ഒരിക്കലും മാറരുത്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ ദൈവാത്മാ പറയുന്നത്? എത്ര മാറ്റങ്ങൾ സംഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ആമേൻ, സ്തോത്രം, പലതും നമ്മൾ മറന്നു പോകുന്നുണ്ട്. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചവരെയും ചേർത്ത് പിടിച്ചവരെയും ഒരിക്കലും മറക്കരുത്. മറക്കാതെ മുൻപിലോട്ട് പോയാൽ വാഴ്ത്തത്വം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു, വക്രനോട് ദൈവം എന്ത് ചെയ്യുന്നു? വക്രത കാണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്: യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദാരിദ്ര്യം തരും, ഐശ്വര്യം തരും, പക്ഷെ അതിനകത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സുഖം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മധ്യേയും അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. അടിയനെ താഴ്ത്തുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.